Africa is the second largest continent. It lies between 37 north and 35 degrees south latitudes. And between 18 degree west and 51 degree east longitude. പിന്നെ അതിൽ പറയുന്നു യൂറോപ്യൻസ് ആഫ്രിക്കനെ വിളിക്കുന്നത് യൂറോപ്യൻസ് കോൾഡ് ആഫ്രിക്ക ഡാർക്ക് കോണ്ടിനെന്റ്. യൂറോപ്യൻസ് കോൾഡ് ആഫ്രിക്ക ആസ് ഡാർക്ക് കോണ്ടിനെന്റ്. ഇവിടെയുണ്ട് യൂറോപ്യൻസ് കോൾഡ് ആഫ്രിക്ക ഡാർക്ക് കോണ്ടിനെന്റ്. പിന്നെ അതിലൂടെ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് നദി റിവർ ആണ് നൈൽ. നൈൽ ഈസ് ദ ഇമ്പോർട്ടന്റ് റിവർ. പിന്നെ അതർ മെയിൻ ഡെസേർട്സ് ആർ സഹാറ, Kalahari and Namib. Listen here. Nile is the important river is there. Then important deserts are Sahara, Kalahari and Namib. കണ്ടില്ലേ? ജസ്റ്റിസ് എന്നിട്ട് ലാസ്റ്റ് ആണ്. ഇതാണ് നമ്മൾ ആഫ്രിക്കയിൽ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ആഫ്രിക്കയിൽ പറഞ്ഞത്. ആഫ്രിക്ക ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. പിന്നെ നൈൽ ഇസ് ദ ഇമ്പോർട്ടന്റ് റിവർ ഇസ് ദർ. Main desert are Sahara, Kalahari and Namib. പിന്നെ ആഫ്രിക്കൻസ് യൂറോപ്യൻസ് ആഫ്രിക്കനെ വിളിക്കുന്നത് എന്തായിരുന്നു? ഡാർക്ക് കോണ്ടിനെന്റ്. ഡാർക്ക് കോണ്ടിനെന്റ്. ഓക്കെ, വായിച്ചു നോക്കില്ലേ? അത് ഒരാളാ ജസ്റ്റിസ് ഒക്കെ ഒന്ന് മുഖത്ത് പോലും നോക്കുന്നില്ല. ജസ്റ്റിസ് ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഹലീമ, ജോയൽ, എല്ലാവരും ഒന്ന് നോക്കിയേ. മിസ്സിൽ ഇമ്പോർട്ടന്റ് ആയത് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ വായിക്കണേ. യെസ്. ഇപ്പം ആഫ്രിക്കയിൽ നമ്മൾ പറഞ്ഞു, ആഫ്രിക്കയിലെ ഒഴുകുന്ന ഒരു ഇമ്പോർട്ടന്റ് നദിയാണ് നൈല്. അവിടുത്തെ മെയിൻ ഡെസേർട്സ് ആണ് ഏതൊക്കെ? സഹാറ, കളഹരി ആൻഡ് നാമിബ്. കോങ്കോ ബേസിൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലോ ലയിങ് ഏരിയ. ഇവിടെയുള്ള ഒരു ലോ ലയിങ് ഏരിയ ആണ് കോങ്കോ ബേസിൻ. ജീവ. ഓക്കെ, നെക്സ്റ്റ് വൺ ഏഷ്യ. Next continent is Asia. Asia is the largest continent in the world, both in terms of area and population. It extends from about 10 degrees south to 80 degree north latitude and from 25 degree east to 80 degree north latitudes, 80 degree longitude. ഇത്രയേ ഉള്ളൂ. ഏഷ്യ എന്ന് പറയുന്നത് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെന്റ് ആണ് ഏഷ്യ. ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ബോത്ത് ഇൻ ടേംസ് ഓഫ് ഏരിയ ആൻഡ് പോപ്പുലേഷൻ. പോപ്പുലേഷനിലായാലും ഏരിയയിലായാലും ഏറ്റവും വലിയ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഏഷ്യയാണ്. ഇപ്പൊ ഏഷ്യ എവിടെ തൊട്ടുണ്ട്? 10 ഡിഗ്രി നോർത്ത് ടു 80 ഡിഗ്രി 10 degree south to 80 degree north latitudes and from 25 degree east to 170 degree east longitude. ഇനി അതിൽ പിന്നെ വേണ്ടത് നോക്ക്, അതിൽ സെക്കൻഡ് പാരഗ്രാഫ്. Asia is surrounded by the Pacific Ocean in the east, Arctic Ocean in the north, Indian Ocean in the south and the Ural Mountains in the west. ഏഷ്യയുടെ 4 ഏരിയ പറയുന്നുണ്ട്. Asia is surrounded by Pacific Ocean in the east, Arctic Ocean in the north, Indian Ocean in the south, Ural Mountains in the west. 4 areas of Asia is east Pacific Ocean, north Arctic Ocean, south Indian Ocean, last west Ural Mountains. This is the boundary of Asia. Pinne next paragraph. Asia is the land of high mountains, vast plateaus, extensive plains and fertile river valleys. The Himalayas are the highest mountain range in the world and Tibet is the highest plateau. Mount Everest 8,848 meters is the highest peak and the Dead Sea 418 meters below the sea level. The lowest part of the earth are found in this continent. Therefore, Asia is known as continent of extremes. Asia ne nammal oru peru parayunda continent of extremes. Justice is chewing the, I can see that. Justice enda chavakkunathu?
ഇല്ലേ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഇല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഏഷ്യനെ വേറൊരു പേര് പറയും. എന്താണ്? ഏഷ്യ ഈസ് നോൺ ആസ് കോണ്ടിനെന്റ് ഓഫ് എക്സ്ട്രീംസ്. കോണ്ടിനെന്റ് ഓഫ് എക്സ്ട്രീംസ്. എന്തുകൊണ്ടാ കോണ്ടിനെന്റ് ഓഫ് എക്സ്ട്രീംസ് എന്ന് പറയുന്നത്? ഹൈയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ആയ ഹിമാലയാസ് അല്ലെ, ഹൈയസ്റ്റ് പ്ലാറ്റു ആയ ടിബറ്റ്, ഡെഡ് സീ, അതായത് കടലിൽ നിന്ന് എത്ര 418 മീറ്റർ ബിലോയിലാണ് സീ ലെവലിൽ നിന്ന് ഏതുള്ളത്? നമ്മുടെ ഡെഡ് സീ. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഏഷ്യനെ നമ്മൾ പറയുന്നു കോണ്ടിനെന്റ് ഓഫ് എക്സ്ട്രീം എന്നറിയപ്പെടുന്നു. ഏഷ്യ ഈസ് നോൺ ആസ് കോണ്ടിനെന്റ് ഓഫ് എക്സ്ട്രീം ബിക്കോസ് Mount Everest 8,848 meter, Dead Sea 418 meter below the sea level. Then Himalayas are the highest mountain range in the world. Tibet is the highest peak in the peak. That is why Asia is known as continent of extremes. Okay. Next one, Australia. Next continent, Australia. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ആണ്. ഏറ്റവും ചെറിയ കോണ്ടിനെന്റ് ആണ് ഇത് ഓസ്ട്രേലിയ. മാത്രല്ല വലിപ്പത്തിലെ 6ാം സ്ഥാനത്തിലാണ് ഏത്? ലോകത്തിലെ തന്നെ വലിപ്പത്തിൽ 6ാം സ്ഥാനക്കാരനാണ് ആര്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ is the smallest continent and 6th largest country in the world. ലോകത്തിലെ തന്നെ 6ാമത്തെ വലിപ്പത്തിൽ 6ാം രാജ്യക്കാരനാണ് ആര്? ആഫ്രിക്ക, ഓസ്ട്രേലിയ. Along with New Zealand and other nearby islands, it is called Australasia. എന്തുകൊണ്ടാണ് ഓസ്ട്രലേഷ്യ എന്നറിയപ്പെടുന്നത് ഇതിനെ? Along with New Zealand and nearby islands. അതായത് ന്യൂസിലൻഡ് മുതലുണ്ട്, ന്യൂസിലൻഡിലൂടെ നിയർബൈ ഐലൻഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അതിനെ ഓസ്ട്രലേഷ്യ എന്ന് വിളിക്കുന്നു. പിന്നെ ഇനി അതിലെ അടുത്ത പാരഗ്രാഫ് നോക്കുക. ഇവിടെ ഏബൽ ടാസ്മാൻ മുതൽ ഏബൽ ടാസ്മാൻ. അപ്പൊ നമ്മള് ഓസ്ട്രേലിയ പറഞ്ഞു. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ആണ്. ഓസ്ട്രേലിയ is the smallest continent in the world and 6th largest country in the world. Australia is known as Australasia. Along with New Zealand and other nearby islands, it is called Australasia. Then Abel Tasman here. Next paragraph. Abel Tasman, a Dutchman, explored parts of Australia in 1642. The early European settlers were actually British convicts. Australia became independent on January 1901. Today it is divided into 6 states and 2 centrally administered territories. Canberra is the capital of Australia. ഓസ്ട്രേലിയയിൽ നമ്മൾ പറഞ്ഞു ഏബൽ ടാസ്മാൻ എന്ന് പറയുന്ന ഒരു ഡച്ച് മാൻ എക്സ്പ്ലോർ ചെയ്തു ഏതിനെ? ഓസ്ട്രേലിയനെ. 1642 ഡച്ച് മാനായ ഏബൽ ടാസ്മാൻ ഓസ്ട്രേലിയനെ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ ഓസ്ട്രേലിയ 1901 ജനുവരി 1-നാണ് ഇൻഡിപെൻഡന്റ് ആയത്. The early European settlers were actually British convicts. അത് ബ്രിട്ടീഷ് കോൺവിക്സിലായിരുന്നു. അങ്ങനെ 1901 ജനുവരി 1-ന് ഓസ്ട്രേലിയ ഇൻഡിപെൻഡന്റ് ആയി. അതുവരെ ആരുടെ കീഴിലായിരുന്നു? ബ്രിട്ടീഷേഴ്സിലായിരുന്നു അല്ലെ? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു. അങ്ങനെ 1901 ജനുവരി 1-ന് ഇൻഡിപെൻഡന്റ് ആയി ആര്? ഓസ്ട്രേലിയ. ഇനി ഇന്ന് ഓസ്ട്രേലിയൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ടുഡേ ഓസ്ട്രേലിയ is divided into 6 states. 6 സ്റ്റേറ്റ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 സെൻട്രലി അഡ്മിനിസ്ട്രേറ്റീവ് ടെറിട്ടറീസ് ആയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6 സ്റ്റേറ്റും 2 സെൻട്രലി അഡ്മിനിസ്ട്രേറ്റീവ് ടെറിട്ടറീസും, കേന്ദ്രഭരണ പ്രദേശങ്ങളും, പിന്നെ 6 സ്റ്റേറ്റ്സും. ഓക്കെ. ഓസ്ട്രേലിയ divided into 6 states and 2 centrally administered territories. ഇനി കാൻബറ is the capital of Australia. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ഏതാണ്? കാൻബറ. എന്താ? Which is the capital of Australia?
ക്യാൻബെറ. മക്കളെ മിസ് ഒന്നും കൂടെ പറയാം. ഓസ്ട്രേലിയ ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ്. ഇറ്റ് ഈസ് ദ 6th largest country in the world. പിന്നെ നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയ ഈസ് നോൺ ആസ് ഓസ്ട്രലേഷ്യ. Along with New Zealand and other nearby islands, it is called Australasia. Abel Tasman is a Dutchman. Explored parts of Australia in 1642. Early European settlers were actually British convicts. In 1901, January 1st, Australia became independent. Today, Australia divided into 6 states and 2 central administered territories. ഇന്ന് ഓസ്ട്രേലിയയിലെ 6 സ്റ്റേറ്റ്സ് ആയും 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളായും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ടെറിട്ടറീസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാൻബെറ ആണ്. ക്യാൻബെറ is the capital of Australia. Heaven, Justice, Nijat, Sri Vishnu. Switch on your camera. Heaven, Justice, Nijat. നിജാദിന് റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്നോ അല്ലെ? നമ്മള് 3 കോണ്ടിനെന്റ്സ് പറഞ്ഞു. വിച്ചാർഡ് 3 കോണ്ടിനെന്റ്സ് നമ്മളിപ്പോ പറഞ്ഞ 3 കോണ്ടിനെന്റ്സ് ഏതൊക്കെയാ? ഏഷ്യ, ഓസ്ട്രേലിയ, പിന്നെ ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. നെക്സ്റ്റ് വൺ അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക is the 5th largest continent. അഞ്ചാമത്തെ വലിയ ഭൂഖണ്ഡമാണ് ഇത് അന്റാർട്ടിക്ക. It is centered roughly around the South Pole. Due to thick ice cover, it is known as white continent. അതായത് അന്റാർട്ടിക്കയിലെ ഐസ് കവർ ചെയ്തിരിക്കുന്നു. അതായത് ഐസ് കവർ ചെയ്തിരിക്കുന്നതിനാൽ നമ്മൾ മറ്റൊരു പേര് പറയും വൈറ്റ് കോണ്ടിനെന്റ് എന്നറിയപ്പെടും. Antarctica is known as white continent because it covers thick ice. Covered with thick ice. Antarctica is covered with thick ice. That is why Antarctica is known as white continent. അന്റാർട്ടിക്കനെ വെള്ള ഭൂഖണ്ഡം എന്നറിയപ്പെടാൻ കാരണം അന്റാർട്ടിക്കയിലെ എന്ത് കവർ ചെയ്തിരിക്കുന്നു? തിക്ക് ഐസ് കവർ ചെയ്തിട്ടുണ്ട്. അന്റാർട്ടിക്ക മുഴുവൻ ഓഫ് ആക്കിക്കോ മോനെ, ഓഫ് ആക്കിക്കോ. നിജാദ് മാത്രം ഓഫ് ആക്കുക, വേറെ ആരും വേണ്ട. നിജാദ് ഓഫ് ആക്കിക്കോ മോനെ. ഓക്കെ. അപ്പം ഐസ് മൂടപ്പെട്ടിരിക്കുന്നതിനാലാണ് അന്റാർട്ടിക്കനെ വൈറ്റ് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. അത്രയും വായിച്ചു നോക്കി. മിസ് പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മിച്ച് നോക്കി. 3 കോണ്ടിനെന്റിലും ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക 4 എണ്ണം. Antarctica is the 5th largest continent. It is centrally wrapped around the South Pole. Antarctica is known as white continent because it due to thick ice cover. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും.
ഓക്കെ, ഇനി അതിൽ അന്റാർട്ടിക്കയിലെ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അന്റാർട്ടിക്ക ഈസ് സറൗണ്ടഡ് ബൈ ദ പെസിഫിക്, ദ അറ്റ്ലാന്റിക് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. അന്റാർട്ടിക്കയിൽ സറൗണ്ട് ചെയ്തിരിക്കുന്നതൊക്കെയാണ് പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. Then the continuous water body is also called the Southern Ocean. Antarctica is covered with the Pacific, Atlantic and Indian Ocean. The continuous water body is called Southern Ocean. അതുകൊണ്ട് ഇതിനെ Southern continuous water body ആയതുകൊണ്ട് ഇതിനെ Southern Ocean എന്ന് അറിയപ്പെടുന്നു. ഇനി അവിടുത്തെ മെയിൻ ലാൻഡ്, the main land of this continent was first discovered in 1820. 1820 മെയിൻ ലാൻഡ്, ഇവിടുത്തെ ഈ കോണ്ടിനെന്റിലെ മെയിൻ ലാൻഡ് കണ്ടുപിടിച്ചത്. പിന്നെ അന്റാർട്ടിക് ട്രീറ്റി സൈൻഡ് ഇൻ 1959 അന്റാർട്ടിക് ട്രീറ്റിയിൽ ഒപ്പുവെച്ചു. അതെന്തു അന്റാർട്ടിക് ട്രീറ്റി എന്താ നോക്ക്. പെർമിറ്റ്സ് ദ യൂസ് ഓഫ് ദ കോണ്ടിനെന്റ് ഓൺലി ഫോർ പീസ്ഫുൾ പർപ്പസ്. അതായത് ഇതിനെ നമുക്ക് ഈ കോണ്ടിനെന്റിനെ നമുക്ക് യൂസ് ചെയ്യാം എന്തിനു വേണ്ടി? സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രം. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ കോണ്ടിനെന്റിനെ യൂസ് ചെയ്യാം. ഒന്നുകൂടെ ഞാൻ പറയാം. Antarctica surrounded by Pacific, Atlantic and Indian Ocean. Continuous water body is also called Southern Ocean. The main land of this continent was first discovered in 1820. Antarctic Treaty signed in 1959 permits the use of the continent only for peaceful purpose. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ കോണ്ടിനെന്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ യൂറോപ്പ്. നിങ്ങൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യാ? ഓരോ കോണ്ടിനെന്റും വായിക്കുമ്പോൾ അതിന്റെ മെയിൻ സെന്റൻസിലൊക്കെ ഒന്ന് അടിവരയിടുക. വായിച്ചു പോകില്ല, ബാക്കിയുള്ള എല്ലാം വായിക്കുമ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങൾക്കും അല്ല മെയിനായി തോന്നുന്നതിനൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇത് മുഴുവൻ നമുക്ക് പറഞ്ഞു തീർക്കാൻ സമയമില്ല, കാരണം ഓൺലൈൻ ക്ലാസ് അല്ലേ. ഇത് മുഴുവൻ അങ്ങ് വായിച്ച് ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം ലേറ്റ് ആയി പോകും. അതുകൊണ്ടാണ് മിസ് മെയിനായ കാര്യങ്ങൾ മാത്രം പറയാം. നോട്ട് നല്ല വൃത്തിക്ക് തന്നെ തരാം. യെസ്, നെക്സ്റ്റ് വൺ യൂറോപ്പ്. Europe is the 6th largest continent. Antarctica is the 5th largest continent. Already we studied. Then 6th largest continent is Europe. It looks like a peninsula extending westwards of the Asiatic landmass. Europe and Asia are together called Eurasia. എന്താ പറഞ്ഞേ? യൂറോപ്പ് എന്ന് പറയുന്നത് ആറാമത്തെ വലിയ കോണ്ടിനെന്റ് ആണ്. 6th largest കോണ്ടിനെന്റ് ആണ്. ഇതിനെ കണ്ടാൽ എന്തുപോലെ ഉണ്ട്? പെനിൻസുല. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ പെനിൻസുല എക്സ്റ്റെൻഡിങ് വെസ്റ്റ്വേർഡ്സ്. എങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നു? വെസ്റ്റ് ഭാഗത്തേക്ക്. ഏഷ്യാറ്റിക് ലാൻഡ്മാസ് westwards of the Asiatic landmass. Europe and Asia are together called Eurasia. യൂറോപ്പും ഏഷ്യയും കൂടിച്ചേർന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത് യുറേഷ്യ എന്ന് പറയുന്നു. യൂറോപ്പ് ആൻഡ് ഏഷ്യ ആർ ടുഗദർ യുറേഷ്യ. നമ്മൾ വേറെ എന്താ അങ്ങനത്തെ എന്തോ ഒരു വാക്ക് കൂടി നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ അത്? യുറേഷ്യ പോലുള്ള ഒരു വാക്ക് ഓസ്ട്രലേഷ്യ. ഓസ്ട്രലേഷ്യ മറക്കരുതേ. ഡിഫറൻസ് ഉണ്ടാവും എക്സാമിന്. യുറേഷ്യ ആൻഡ് ഓസ്ട്രലേഷ്യ. യുറേഷ്യ മീൻസ് യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. യുറേഷ്യ മീൻസ് പറഞ്ഞോ? യൂറോപ്പ് ആൻഡ് ഏഷ്യ ടുഗദർ. ഓക്കെ. ഓസ്ട്രലേഷ്യ എന്ന് പറഞ്ഞാലോ along with ന്യൂസിലാൻഡ് and other nearby islands. മനസ്സിലായോ ജീവ? along with New Zealand and other nearby islands are called Australasia. Eurasia means Europe and Asia together. ജീവ യൂറോപ്പിൽ നമ്മൾ ഇത്രയും കാര്യം പഠിച്ചു. Europe is the 6th largest continent. It looks like a peninsula. It is extending westwards of the Asiatic landmass. Europe and Asia together is known as Eurasia. Okay അല്ലേ? ബാക്കി അതില് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ
മടുത്തോ മടുത്തോ മടുത്തു മടുത്തോ ആതിര മടുത്തു അല്ലേ? എന്ത് ചെയ്യാനാ, ഞാനിത് മുഴുവൻ തീർക്കണ്ടേ? മേജർ ഡൊമൈൻസ് പറഞ്ഞു. മേജർ ഡൊമൈൻസ് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ അല്ലെ? ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാല് solid domain of the earth. Lithosphere represents the solid domain of the earth. Then liquid domain of the earth, hydrosphere. Gaseous domain of the earth, atmosphere. Narrow zone of the earth, that is biosphere. Biosphere is suitable for our life because it contact between land, water and air, etc. പിന്നെ നമ്മള് കോണ്ടിനെന്റ്സ് എന്താണ്, ഓഷ്യൻസ് എന്താണെന്ന് പഠിച്ചു. Large land masses are called continents and large water bodies are called oceans. Large land masses are called continents and large water bodies are called oceans. There are 7 continents according to its size, decreasing size. These are Asia, Africa, North America, South America, Antarctica, Europe and Australia. First one, Africa. Africa is the second largest continent. Pinne Europeans called Africa as dark continent. Nile is the important river is there. Congo Basin is an important low-lying area. Okay. Pinne main desert are Sahara, Kalahari and Namib. Second one, Asia. Asia is the largest continent in the world, both in terms of area and population. Pinne Asia is surrounded by Pacific Ocean in the east, Arctic Ocean in the north, Indian Ocean in the south and Ural Mountains in the west. Mount Everest, the highest peak, it is about 8,848 meter. Then Dead Sea is the highest. Dead Sea, lower part of the earth are found in this continent. Pinne Himalaya, highest mountain range in the world, highest peak Mount Everest. Pinne nammal parnu. Next one, Australia. Australia is the smallest continent. Australia is the smallest continent and 6th largest country in the world. വലിപ്പത്തിൽ 6ാം സ്ഥാനക്കാരനും കൂടി ആണ് ആര്? ഓസ്ട്രേലിയ. Pinne along with New Zealand and other nearby islands, it is called Australasia. Pinne Abel Tasman is a Dutchman, explored parts of Australia in 1642. The early European settlers were actually British convicts. In 1901, January 1st, Australia became independent. Canberra is the capital of Australia. Okay. Then next one, Antarctica. Antarctica is the 5th largest continent. It is centered roughly around the South Pole. Antarctica is also known as White Continent because it covered with thick ice. Pinne nammal parnu Antarctic Treaty signed in 1959 permits the use of this continent only for peaceful purpose. Antarctica is surrounded by Pacific, Atlantic and Indian Ocean. This continuous water body is called Southern Ocean. Mainland in this continent discovered in 1820. 1820 മെയിൻ ലാൻഡ് ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടത്. ഈ കോണ്ടിനെന്റിലെ മെയിൻ ലാൻഡ് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ മക്കളെ? Any doubt? Anybody? Have you any doubt? No. Justice ഒക്കെ മടുത്തു. ഇതാ കിടന്നു. നേരെ ഇരുന്നടാ. Sit straight. ഞങ്ങളൊക്കെ എത്ര മടുക്കണം നോക്കിയാട്ടെ. രാവിലെ 7:45 തുടങ്ങുന്നതല്ലേ നമ്മളൊക്കെ എത്ര മടുക്കണം? നിങ്ങളൊക്കെ കുഞ്ഞു കുട്ടികളല്ലേ?
അതിന് മിസ് അവിടെ പറഞ്ഞോണ്ടിരിക്കും നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക അത്രയല്ലേ ഉള്ളൂ. മിസ് പറഞ്ഞോണ്ടിരിക്കുമ്പോ മിസ്സിന് ഉഷാറ് കൂടുക, നമുക്ക് ഇപ്പൊ ഉഷാറ് കുറയുക ചെയ്യുന്നു. അങ്ങനെ ഇട്ടാ പോലെ കൊറേ എഴുതുമ്പോ. ഇപ്പൊ എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആക്കുക, നല്ല മക്കളാവുക, അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിക്കാം കേട്ടോ. ഹലീമ, ജോയലെ മോനെ ഇപ്പൊ തന്നെ പഠിക്കണേ. മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ പഠിക്കുക. നല്ല ടെക്സ്റ്റ് നന്നായി വായിക്കുക. മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആകുക. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ കുറച്ച് നന്നായി മടുത്തു, 2 പീരീഡ് അടുപ്പിച്ചാണ്. അതുപോലെ ജോഗ്രഫി ആയതുകൊണ്ട് നിങ്ങൾ മടുത്തു എന്ന് മിസ്സിന് അറിയാം. ഒന്നും വിചാരിക്കരുത്, മിസ്സിന്റെ പോർഷൻസ് തീരണ്ടോണ്ടാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.